സവർമ്മയുടെ വമ്പൻ വിജയത്തോടെ തന്റെ തുടർച്ചയായ പരാജയങ്ങളുടെ പടിക്കുഴിയിൽ നിന്നു കരകയറി അഭിനേതാവാണ് നിവിൻ പോളി. എന്നാൽ പിന്നാലെ പുറത്തിറങ്ങിയ ബേബി ഗേളിലൂടെ പഴയ പാതയിലേക്ക് തന്നെ താരം തിരിച്ചു പോവുകയും ചെയ്തിരുന്നു. അടുത്തത് എന്താകുമെന്ന് ആരാധകർ നോക്കിയിരിക്കുകയാണ്. മലയാളത്തിലെ മുതിർന്ന സംവിധായകൻ വി ഉണ്ണികൃഷ്ണനൊപ്പമുള്ള അടുത്ത ചിത്രം പ്രതിച്ഛായയുടെ ട്രെയിലർ വരുന്നത്. ഇപ്പോഴിതാ മാർച്ച് 26-ന് ചിത്രം പുറത്തിറങ്ങുമെന്നാണ് വാർത്തകളിൽ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത്. വമ്പൻ ചിത്രങ്ങളുടെ റിലീസിനിടയിൽ ചിത്രം എന്ന് പുറത്തുവരുന്നുവെന്ന കാര്യത്തിൽ അനിശ്ചിതത്വത്തിലായിരുന്നു. വമ്പൻ ഹൈപ്പിലെത്തുന്ന ആട് 3യും ദുരന്തർ 2വും മാർച്ച് 19-ന് തിയേറ്ററിലെത്തുന്ന സാഹചര്യത്തിലാണ് മാർച്ച് 26-ന് തീയതി നിശ്ചയിച്ചിരിക്കുന്നതെന്ന് സിനിമാ പേജുകൾ നൽകുന്നത്. അതേസമയം ഏപ്രിലിലേക്ക് റിലീസ് നിശ്ചയിച്ചാൽ മോഹൻലാലിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ഹൈപ്പേറിയ ചിത്രമായ ദൃശ്യം 3യുടെയും വാഴ 2വിൻ്റെയും റിലീസിൻ്റെ പ്രതിച്ഛായയിൽ മുങ്ങിപ്പോകാൻ സാധ്യതയുണ്ടെന്നും പലരും വിലയിരുത്തുന്നു. ഈ സാഹചര്യം മുന്നിൽ കണ്ടായിരിക്കണം രണ്ട് തീയതികൾക്കും ഇടയിലുള്ള ഡേറ്റ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ കണ്ടെത്തിയെന്നും പലരും അഭിപ്രായപ്പെടുന്നു. മോഹൻലാലിനെ നായകനാക്കി ആറാട്ടും മമ്മൂട്ടിയെ നായകനാക്കിയുള്ള ക്രിസ്റ്റഫറുമാണ് വി ഉണ്ണികൃഷ്ണന്റെ അവസാനമായി സംവിധാനം ചെയ്ത സിനിമകൾ എന്നുള്ളത് നിവിൻ പോളിയുടെ ആരാധകരെ നെഞ്ചിരിപ്പ് വർദ്ധിപ്പിക്കുന്നുണ്ട്. വലിയ ഹൈപ്പിലെത്തിയ ചിത്രമായ ആറാട്ട് മോഹൻലാലിന്റെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ പരാജയ ചിത്രങ്ങൾ ഒന്നായി മാറി. ഇതേ അവസ്ഥ നിവിനും ഉണ്ടാകരുത് എന്ന പ്രാർത്ഥനയിലാണ് ആരാധകരും. എന്നാൽ നേരത്തെ പുറത്തുവന്ന ട്രെയിലർ വലിയ പ്രതീക്ഷയാണ് ആരാധകർക്ക് നൽകുന്നത്. നിവിന്റെ കരിയറിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത പൊളിറ്റിക്കൽ ത്രില്ലറായിട്ടാണ് ചിത്രം ഒരുങ്ങുന്നത്. ഒരു ഇടവേളയ്ക്ക് ശേഷം ബാലചന്ദ്ര മേനോൻ അഭിനയത്തിലേക്ക് തിരിച്ചുവരുന്നതിന് പുറമെ ഷറഫുദ്ദീൻ, മണിയമ്പിള്ള രാജു, ഹരിശ്രീ അശോകൻ, നീതു കൃഷ്ണ, ആന അഗസ്റ്റിൻ, സബിത ആനന്ദ്, വിഷ്ണു അഗസ്തിയ തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നു.